ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, പശ്ചിമേഷ്യയിലെ അവസ്ഥ അത്യന്തം അശാന്തമായി നിൽക്കുകയാണ്. ഏത് സമയവും അതൊരു യുദ്ധമായി മാറാം എന്നുള്ള പ്രതീതിയിൽ കൂടിയാണ് നിൽക്കുന്നത്. ട്രംപിന്റെ വാക്കുകളും നെതന്യാഹുവിന്റെ വാക്കുകളും ഒക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇറാന്റെ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് തിരിച്ചടി, അല്ലെങ്കിൽ അത് തിരിച്ചടിക്കാനുള്ള ശേഷിയുണ്ടോ, അത്തരം ചോദ്യങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശരിക്കും യുദ്ധം അവസാനിക്കാനാണ് നമ്മുടെയൊക്കെ ആവശ്യം. പക്ഷേ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുള്ള പരിപാടി കണ്ട് US-ന്റെ ഞാൻ വേറെ തമാശക്കാണ് കുറച്ച് കാര്യമായിട്ട് പറയട്ടെ. ശരിക്കും ഇപ്പോൾ മഡുറോനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശരിക്കും അതൊക്കെ അംഗീകരിച്ചാണ് കുറെ രാജ്യങ്ങളൊക്കെ. നമുക്ക് ഒരു കാര്യം, റഷ്യൻ ചൈനയൊക്കെ ഇടപെട്ടാലേ ട്രംപിനെ തൂക്കിയെടുത്തുകൊണ്ടായിരുന്നു. അല്ല, ഈ ട്രംപ് മഡൂറോ വേറെ ഇതുപോയിട്ട് ആക്രമിക്കുക, അവരുടെ പ്രസിഡന്റിനെ കൊണ്ടുപോകുക ചെയ്തില്ലേ? അവർ ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഈ ട്രംപിനെ ഞാനങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെയാണ് ശരിക്കും അത്ര പറയാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ആ കാര്യങ്ങളാണ് അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ട്രംപിനെ റഷ്യൻ ചൈനയൊക്കെ ഇടപെട്ടിട്ട് തൂക്കിക്കൊണ്ടുപോവുക അവിടുന്ന്, അമേരിക്കന്നേ. തൂക്കിക്കൊണ്ടു പോവുക എന്നുള്ളത് അതൊക്കെ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ, അമേരിക്കയുടെ ശക്തിയുടെ ക്രമത്തിലൊക്കെ സാധ്യമാണോ ശ്രീ വിജയകുമാർ? പറയുന്നതിനപ്പുറത്തേക്ക് അതിനൊക്കെ ശേഷിയുള്ള രാജ്യങ്ങളുണ്ടോ? ശക്തിയല്ല, ഏറ്റവും ആയുധ ശക്തി റഷ്യക്കാണല്ലോ ഇപ്പോൾ. റഷ്യ ഒരു ഇയാളുടെ പോലെ ചെയ്യില്ല. ഈ അമേരിക്കൻ ഭരണകൂടത്തിൽ പോയി എബ്രഹാം ലിങ്കൺ അങ്ങനെ കുറച്ച് ആൾക്കാർ നല്ല ഭരണാധിപത്യ ഒരു മനുഷ്യത്വ ആൾക്കാർക്ക് ഒബാമ. പക്ഷെ ഇങ്ങനെ ബുഷ് അതുപോലെ സാധനങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കും ഒരാളെ ദോഷമായിട്ട് പറയുന്നത് ഇഷ്ടമല്ല, പക്ഷെ ഏറ്റവും മോശമായിട്ടുള്ള പ്രവർത്തിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും യുദ്ധം അവസാനിക്കാനാണ് നമ്മുടെ ആവശ്യം, സമാധാനമുള്ള ആവശ്യം. പിന്നെ കൂടുതൽ കാര്യം അടുത്തതിൽ പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. ലോകക്രമത്തിൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പ്രതികരണത്തിന് അങ്ങനെ ഇല്ലല്ലോ. ശ്രീ ഷിബിനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷിബിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല്, ഈ വാർ ഉണ്ടാകുന്നതിന്റെ, ഈ വാർ നടത്താൻ ഒന്നാമത്തെ കാരണം ഈ എപ്സ്റ്റീൻ ഫയൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഈ ട്രംപും അതുകൂടാതെ ഈ നെതന്യാഹു ഒക്കെ ഈ എപ്സ്റ്റീൻ ഫയലിനകത്തുണ്ട്. മനസ്സിലായോ? ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊന്ന്